ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹുമൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അറേബ്യൻ സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ടേസ്റ്റി ഹമൂസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളക്കടല വേവിച്ചെടുക്കാം. കടല തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടി. ഹുമൂസ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് ഡയറ്റിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി അൽഫാമിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വേവിച്ചെടുത്തിരിക്കുന്ന കടല എല്ലാതും നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. ഹുമൂസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കടല തൊലി കളഞ്ഞെടുക്കലാണ്. അതല്ലാതെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഒന്നും കൂടി ഒരു പെർഫെക്റ്റ് ആവാൻ നമുക്ക് ഈ തൊലി കളഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാതും ഞാൻ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കടല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 4-5 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പകരം നമുക്ക് തൈര്, ലെമണിൻ്റെ പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കത് തൈരോ അല്ലെങ്കിൽ ലെമണോ അങ്ങനെ നമുക്ക് പുളിക്കനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഹുമൂസിൽ നമ്മൾ വൈറ്റ് എള്ള്, വെള്ള എള്ളെടുത്തിട്ട് അതൊന്ന് വറുത്തിട്ട് നന്നായി അരച്ചെടുക്കണം, ഒലിവുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുന്നേ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഹമൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് സെർവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫോർക്കോ അതല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഒലിവിൻ്റെ കായ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്ബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഹുമൂസ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതുപോലെ നമുക്ക് ചപ്പാത്തിയിലേക്കും കുബൂസിലേക്കൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. വേറെ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്